നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഈ മന്ത്രിസഭ, വി ഡി സതീശൻ അധ്യക്ഷനായ ഈ മന്ത്രിസഭ അടിച്ചു പിരിയുമോ? ഇതാണ് നമുക്ക് ഇന്ന് കേരളത്തിലുള്ള ജനങ്ങളെ ഏറ്റവും അധികം ആശങ്കയിലാക്കുന്ന ഒരു ചോദ്യം. എന്നാൽ ചില ഘടകങ്ങളുണ്ട്, അതിന് പൂർണ്ണമായി അതിൻ്റെ സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. ആ സാധ്യതകളെക്കുറിച്ച് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇവിടെ നമുക്കറിയാവുന്ന പോലെ ആദ്യം ഏറ്റവും ലാസ്റ്റിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഏറ്റവും ഒടുവിലുണ്ടായ കേരളത്തിലുണ്ടായ സംഭവം എന്താണ്? മദ്യത്തെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന മംഗലാപുരത്ത് അല്ലെങ്കിൽ കർണാടകയിൽ നിർമ്മിക്കപ്പെടുന്ന ബക്കാഡി ഫ്രീസ് എന്ന് പറയുന്ന ഒരു മദ്യത്തിന് ഏകദേശം 10 മുതൽ 10% വരെ ആൽക്കഹോൾ കണ്ടന്റുള്ള വീര്യമുള്ള ഈ മദ്യത്തിന് കേരളത്തിൽ നികുതി കുറച്ചു. 251 ആയിരുന്ന നികുതിയിൽ നിന്നും 120 കുറച്ചിരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏകദേശം 131% കുറച്ചിരിക്കുന്നു. ഈ ഒരു കണക്കിലേക്ക് എത്തി. ഒടുവിൽ അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി, നാട്ടുകാർ ഹാപ്പി. കേരളത്തിലെ മദ്യനയം പുതിയ നടപ്പിലാകാൻ പോകുന്നു. കേരളത്തിൻ്റെ ബിവറേജസുകളിലൂടെ ഈ പറയുന്ന നമ്മുടെ ബക്കാഡി ഫ്രീസ് എന്ന് പറയുന്ന വില കുറഞ്ഞ മദ്യം, അതും വീര്യം കുറഞ്ഞ 10% വീര്യം, പേരിൽ മാത്രമാണ്, ഇതൊരു ലബോറട്ടറിയിലും ചെക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ 10% വീര്യം എന്ന് പറയുന്നെങ്കിലും അതിൽ 20% കൂടി അതിനകത്ത് കടത്തിവിടാനുള്ള എല്ലാ നയപരിപാടികളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ വരുന്ന റെഡി ടു ഡ്രിങ്ക് എന്ന് പറയുന്ന മദ്യം നേരെ അവിടെ ചെല്ലുന്നു, മേടിക്കുന്നു, കുടിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം പണിക്ക് പോകേണ്ടവർ പണിക്ക് പോകുന്നു, പഠിക്കാൻ പോകേണ്ടവർ പഠിക്കാനും പോകുന്നു. അങ്ങനെ വളരെ ശുഭകരമായ ഒരു മദ്യ നയം നമ്മുടെ കേരളത്തിന് അവതരിപ്പിച്ച് ബഡ്ജറ്റിലൂടെ അക്കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് ഇതിനൊരു മന്ത്രിയുള്ള കാര്യം നമുക്കറിയാമല്ലോ. എം ലിജു എന്നാണ് ആ മന്ത്രിയുടെ പേര്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ. കാരണം ഇതുവരെ അദ്ദേഹത്തെ ഈ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾ ആരും കണ്ടിട്ടേയില്ല, മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുമില്ല ഈ എം ലിജു. അപ്പോൾ ഇങ്ങനെ ഒരു ലിജു എന്ന് പറയുന്ന ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇന്ന് കോൺഗ്രസ്സിലുള്ള നല്ല കോൺഗ്രസ്സുകാരെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. അല്ലെങ്കിൽ കാര്യം ബാക്കിയുള്ളവരെയൊക്കെ നല്ല കോൺഗ്രസ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലിജുവിനെ മാത്രം, കാര്യം ഒരു ക്ലിയർ ഇമേജ് അദ്ദേഹത്തിന് എവിടെയൊക്കെ ഉണ്ട് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള എക്സൈസ് വകുപ്പ് മന്ത്രി ഒരാൾ ഉണ്ടായിരുന്നിട്ട് കൂടി മന്ത്രി അറിയാതെ ഇങ്ങനെയൊരു നീക്കം നടത്തുകയും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ക്യാബിനറ്റിലുള്ള എം ലിജു എന്ന് പറയുന്ന മന്ത്രിയെ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ടാണോ ഈ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇനി അടുത്ത ഒരു സംഭവത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത സംഭവം എന്താണ്? നമുക്ക് തൊട്ട് മുൻപ് അറിയാവുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിനൊരു ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുണ്ട്. ആ മന്ത്രിയുടെ പേര് കെ മുരളീധരൻ എന്നുമാണ്. ഇതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. കാര്യം അങ്ങനെ ഒരു മന്ത്രിയുണ്ട്. പക്ഷേ ഈ മന്ത്രിയെ കൊണ്ട് കഴമ്പില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു മന്ത്രി നമുക്കുണ്ട്. ഈ മന്ത്രി കേരളത്തിൽ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡിനെ ഭരിക്കാൻ, അടങ്കലെടുത്ത് ഭരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് പെട്ടെന്നൊരു നിയമനം ഉണ്ടാകുന്നു. അപ്പം കെ ബി പ്രദീപ് അങ്ങനെ എന്തോ പറയുന്ന ഒരാളെ അതായത് നമുക്കറിയാവുന്ന പോലെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്കീലായിരുന്ന, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തി അതിനകത്ത് നിന്നുള്ള സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്നതിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിലെ. അപ്പോൾ അങ്ങനെ ആ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്കീലായ പ്രദീപ് എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായി പെട്ടെന്നൊരു ദിവസം ഒരു ഉത്തരവിറങ്ങുകയാണ്. ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾ നിന്ന് ആദ്യം ചോദിച്ച ചോദ്യം കെ മുരളീധരനോടാണ്. കെ മുരളീധരൻ പതിവ് പോലെ മേലോട്ട് നോക്കി ഇന്ന് ഊർജ്ജശ്വാസം വലിച്ചു എന്നതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് വേറൊന്നും അറിയില്ല കെ മുരളീധരന്. കാരണം എന്തുകൊണ്ടാണ്? ദേവസ്വം ബോർഡ് സ്പെഷ്യൽ പ്ലീഡർ എന്ന നിയമനം, അതായത് ദേവസ്വം ബോർഡിന് നിലവിലൊരു മന്ത്രി ഉണ്ടായിരുന്നിട്ട് കൂടിയും ഇവിടെ ആ മന്ത്രിയോട് കൂടി ആലോചിക്കാതെ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സ്വന്തം നിലയ്ക്ക് നിന്നുകൊണ്ട് നിയമനം നടത്തുന്നു. 4 വശത്ത് നിന്നും ആഞ്ഞടിക്കൽ തുടങ്ങി. കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. അതോടൊപ്പം ഇപ്പം സ്വർണ്ണക്കള്ളന്മാരെ ഇപ്പം പിടിച്ച് ഞങ്ങൾ ജയിലിനകത്തിടും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ അധികാരമേറ്റ് സ്വാമിയെ ശരണമയ്യപ്പ എന്നും പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്നും അങ്ങ് വടക്കേ ഇന്ത്യയിൽ കിടക്കുന്ന രാഹുൽ ഗാന്ധിയെ ഇവിടെ കൊണ്ടുവന്ന് പാടിക്കുകയും ചെയ്ത കോൺഗ്രസ്സുകാർക്ക് ശബരിമല എവിടെ, സ്വർണ്ണക്കൊള്ള എവിടെ, ഇതൊന്നും ഇപ്പം അറിയില്ല. ഇതിനെക്കുറിച്ച് ഒരു ബോധ്യവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ മന്ത്രിസഭയുള്ളത്.
അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പിന്നെ അഭിഭാഷകനെ അതും ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്ലീഡറാക്കി മാറ്റുന്നത്. ഇതുമൂലം നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കേണ്ടതും വളരെ എന്താ പറയുക വളരെ പ്രാധാന്യമുള്ളതുമായ പല കോടതി വ്യവഹാര രേഖകളും ഈ പറയുന്ന നമ്മുടെ പ്രദീപ് എന്ന് പറയുന്ന ഈ പറയുന്ന അഡ്വക്കേറ്റിന് വളരെ സിമ്പിളായി അതൊക്കെ ആക്സസ് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം ഏത് പൊട്ടനും മനസ്സിലാവുന്നതല്ലേ? നമ്മൾ സ്ഥിരം പല്ലവി പറയുന്ന പോലെ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരാളെ നിയമിക്കുന്നു, ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല. അത് അടുത്തത് നമ്മൾ നോക്കിയൂ, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആരാണ്? ഡോക്ടർ ബി അശോക്. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് അതിലേക്ക് എത്തിച്ചതെന്ന് നമ്മളൊരു തവണ ചർച്ച ചെയ്തതാണ്. അത് തന്നെ ശിവഗിരിയിൽ നരേന്ദ്രമോദി വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയല്ല, അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതിനെതിരായി CPM-ഉം കോൺഗ്രസ് പാർട്ടിയും ശക്തമായി എതിർത്തപ്പോൾ ശിവഗിരി മഠത്തിലേക്ക് വരേണ്ട, കാര്യം എന്താ, ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ എതിർത്തപ്പോൾ വന്നാൽ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ലേഖനം എഴുതിയ ഒരാളാണ്. അതായത് അദ്ദേഹം നേരത്തെ SFIയുടെ യൂണിറ്റിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ്, അതെല്ലാം ഇരിക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിന് മനംമാറ്റം സംഭവിക്കുകയും ഈ അശോക് കുമാർ എന്ന് പറയുന്ന IAS-കാരൻ പക്ക ഒരു സംഖ്യയായി മാറുകയും ചെയ്തു എന്നുള്ളത് വസ്തുതകൾ നിരത്തി നമുക്ക് പരിശോധിക്കാം. അങ്ങനെ വന്ന ഒരാൾക്കെതിരെ ഈ പറയുന്ന നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നിരന്തരം നടപടിയെടുത്തിരുന്നു. ഈ നടപടിക്കെതിരെ ഉമ്മൻചാണ്ടിക്കെതിരായി കൂടി നേരെ സുപ്രീം കോടതിയിൽ പോയി വിധി സമ്പാദിച്ച് തിരിച്ചു വന്ന ഒരാളാണ് അശോക് കുമാർ. ഈ അശോക് കുമാറിനെ നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസത്തെ സെക്രട്ടറിയായി അദ്ദേഹത്തെ നിയമിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ചാൻസലർ, അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ചാൻസലർ ഉണ്ടല്ലോ, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന അസൽ സംഘി, ഈ സംഘിയുടെ പരിപാടികളിലേക്ക് പങ്കെടുക്കാനായിട്ട് പോകുന്നു. വെരി നോളജ്, അതായത് ഒരു അറിവുമില്ല ആർക്ക്? നമ്മുടെ മന്ത്രി ഒരാളുണ്ട്, അതെ, റോജി എം ജോൺ. ആ റോജി എം ജോണിന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ല. ഇങ്ങനെ പോകുന്നുണ്ടോ? പക്ഷേ ഇതെല്ലാം VD സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അറിയുന്നുണ്ടെന്നേ. അപ്പം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഈ പറയുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്തിനാണ് മന്ത്രിമാരെന്ന് പറഞ്ഞ് കുറേ എണ്ണത്തിനെ ഇങ്ങനെ അക്കമിട്ട് കാറ് കൊടുത്ത് ഇരുത്തിയിരിക്കുന്നതെന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇവിടെ നമുക്കറിയാം പ്രിയദർശിനി, അത് പോട്ടെ, അത് നടപ്പിലാക്കിയെന്ന് വെച്ചോ, ഒരു ഭാഗികമായി നടപ്പിലാക്കി, അവിടെയും സ്ത്രീകളെ പറ്റിച്ചു എന്നുള്ള വാസ്തവമാണ്. അതിലൊരു മന്ത്രിയുണ്ട്, അദ്ദേഹം CP ജോൺ, ഇടയ്ക്കും തലയ്ക്കും ഒക്കെ മാധ്യമങ്ങളെ വന്ന് കാണാറുണ്ട്. നമ്മുടെ അഭിഭാഷകരായിരിക്കുന്ന വക്കീലായിരിക്കുന്ന സണ്ണി വക്കീൽ വന്നിട്ട് കറണ്ട് കെട്ട് തുടരും എന്ന് പറയാൻ വേണ്ടിയെങ്കിലും വന്നിട്ടുണ്ട്. ഇതിനുമുമ്പ് VT ബൽറാം കേക്കെട്ട് ഉടനെ ഉണ്ടാവും എന്ന് പറഞ്ഞത് കാര്യമായി. കാരണം ഇത്തവണ ഇനി അങ്ങോട്ട് പവർ കട്ടിൻ്റെതായ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ പവർ കട്ട് നമുക്ക് വന്നു. അപ്പോഴും സണ്ണി വക്കീൽ പറഞ്ഞ പവർ ഫെയിലുവർ ആണ് എന്ന് പറയുന്നു. പിന്നെ സണ്ണി വക്കീലിന് അങ്ങനെ ഒരു പദവി കൊടുത്ത ഒരിടത്ത് ഒതുക്കി എന്ന് പറയുന്നതാവും സത്യം. അദ്ദേഹം എന്നിട്ട് അളിയനെ നിയമിച്ചു. ബെന്നി തോമസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അളിയനെ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത്രത്തോളം ഇവിടെ തന്നിഷ്ടപ്രകാരമുള്ള നിയമനങ്ങൾ നടത്തുന്നു. ഇനി എന്താ, അടുത്ത ഒരാളുണ്ട്, രത്തൻ യു ഖേൽക്കർ. അതായത് കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കർ ഇവിടെ കുപ്രസിദ്ധി ആർജിച്ച ഒരാളാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖകളിൽ BJPയുടെ താമര ചിഹ്നമുള്ള സീല് പതിച്ചു വിട്ടിരുന്നു. അതിനെ വെറും ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് മാത്രം പറഞ്ഞ ഒരാളാണ് രത്തൻ യു ഖേൽക്കർ. ആ നിയമനവും വിവാദത്തിലായി. അപ്പോൾ എന്നിട്ട് ആ നിയമനത്തിൽ അദ്ദേഹം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ള വസ്തുതാപരമായ കാര്യം. എന്നാൽ ബാക്കി പലയിടങ്ങളിലും അപ്പോൾ പിന്നെ നമ്മളുടെ സ്വാഭാവികമായും ഈ മന്ത്രിമാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങളെ പിന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്? ഓരോ മന്ത്രിമന്ദിരങ്ങളും തന്ന് മന്ത്രിമാരെന്ന് പേരുമിട്ട് ഓരോ വകുപ്പും തന്ന് എന്നിട്ട് എന്തിനാണ്? ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഈ PM ശ്രീ ബന്ധപ്പെട്ടുകൊണ്ട് സ്വതന്ത്രമായൊരു തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരാളല്ല നമ്മുടെ N ഷംസുദ്ദീൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനം എടുക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗ് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്, അതല്ലെങ്കിൽ പർദ്ദയ്ക്കുള്ളിൽ കയറി നടക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ മുസ്ലിം ലീഗുകാർക്ക്. അപ്പോൾ അതും ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം ആരുടെ തീരുമാനമാണ്? ഇതൊക്കെ ചെയ്യണം എന്നൊരു തീരുമാനം ആരുടേതാണ്? തീർച്ചയായിട്ടും VD സതീശൻ എന്ന് പറഞ്ഞൊരു നേതാവിൻ്റെതാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടേതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി VD സതീശൻ സ്വന്തം ഇഷ്ടപ്രകാരം ഏകാധിപതിയെ പോലെ മന്ത്രിമാരെ വകവെക്കാതെ ക്യാബിനറ്റിന് പുല്ല് വില കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും യാതൊരു സംശയവുമില്ല.
അപ്പോൾ ഇങ്ങനെ കുറേയധികം കാര്യങ്ങളും കാരണങ്ങളുമുണ്ട് വി ഡി സതീശൻ്റെ ഈ മന്ത്രിസഭ കാലം തികയ്ക്കാതിരിക്കാൻ. കാര്യം ഇതിൽ മനംനൊന്ത് പോകുന്ന മന്ത്രിമാർ പിന്നെ എങ്ങനെയെങ്കിലും 10 വർഷം കഴിഞ്ഞ് കിട്ടിയ ഒരു സ്ഥാനമല്ലേ എന്ന് കരുതി കടിച്ചു തൂങ്ങി കിടക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും. അവരൊക്കെ ഇപ്പോൾ എനിക്കൊന്ന് സി പി ജോണൊന്നും ഇക്കണക്കിന് പോയ സി പി ജോൺ മന്ത്രിസഭയിൽ ഉണ്ടാവില്ല. അദ്ദേഹം രാജി കൊടുത്തിട്ട് ഇറങ്ങിപ്പോവും. കാര്യം ആത്മാഭിമാനമുള്ളവർക്കൊന്നും അവിടെ കടിച്ചു തൂങ്ങി കിടക്കാൻ കഴിയില്ല. നമുക്കൊരു വനം വകുപ്പ് മന്ത്രി ഉണ്ടെന്നേ, ഷിബു ബേബി ജോൺ. അദ്ദേഹം ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞ് എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റൂല. കാര്യം അവിടെ പിന്നെ വന്യജീവി ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ല. എന്താ ഇവിടുത്തെ ആൾക്കാർ വിചാരിച്ചോ ഷിബു ബേബി ജോണാണ് കേരളത്തിൻ്റെ ലാടവൈദ്യന്ന് ഒറ്റമൂലിയും കൊണ്ട് നടക്കാൻ? ഒന്നുമില്ലല്ലോ. അപ്പോൾ അതിന് പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കേരളത്തിൽ 87 പേര് മരിച്ചിട്ടും ഇതിനെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പ് പറയാൻ നടക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി. അപ്പോൾ ഇങ്ങനെ കുറേ മന്ത്രിമാരെ കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, കേരളത്തിൽ കഴിഞ്ഞ 30 ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച ഒരു സർക്കാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ UDF സർക്കാർ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കേരളക്കാർക്ക് ഇതൊക്കെ കിട്ടണമെന്നേ. കാര്യം നമ്മൾ കാരണമാണ് ഈ പറയുന്ന ഒരു മന്ത്രിസഭ അധികാരത്തിൽ കയറിയത്. നമുക്ക് ചേഞ്ച് വേണം, അത്രേ ചേഞ്ച്. ഇത് തന്നെ നമുക്കറിയാം സലിംകുമാറിൻ്റെ ആ ഒരു ഡയലോഗ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.